ഹലോ എല്ലാവർക്കും നമസ്കാരം. ഈ ചൂട് കാലത്ത് ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടി വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് നിർമ്മിക്കാവുന്ന ഒരു കൂളറിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. അതിന് വേണ്ടത് ഞാൻ വീട്ടിൽ എടുത്തിരിക്കുന്ന ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ്. അതിനുശേഷം ഒരു ടീ പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കമ്പ്യൂട്ടറിനകത്തൊക്കെ ഇരിക്കുന്ന ഒരു എക്സോസ്റ്റ് ഫാനും എടുത്തിട്ടുണ്ട്. പിന്നീട് എൻ്റെ കയ്യിലൊരു 12 വോൾട്ട്സിൻ്റെ അഡാപ്റ്ററും എടുത്തിട്ടുണ്ട്. ഇത് വെച്ചാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയൊരു കൂളർ, അത്യാവശ്യം കൂളിങ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പോളിടെക്നിക്കൊന്നും പഠിക്കാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ചെറിയൊരു പീസ് തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. അപ്പം ആ ബക്കറ്റിലാണ് നമുക്ക് ആ എക്സോസ്റ്റ് ഫാൻ സെറ്റ് ചെയ്യേണ്ടത്. ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഈ തെർമോക്കോളിൻ്റെ മുകളിലായിരിക്കും നമുക്ക് വേണ്ട കാറ്റ് വരുന്ന പൈപ്പ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ എക്സോസ്റ്റ് ഫാൻ സെറ്റ് ചെയ്യേണ്ട രീതിയിൽ ചെറിയൊരു ഹോള്, ഈ ഫാൻ അതിനകത്ത് ഇറക്കി വെക്കാത്ത രീതിയിൽ ഒരു സ്ക്വയർ ടൈപ്പിലോ റൗണ്ട് ടൈപ്പിലോ ഒരു ഹോൾ ഇടുക. അതിനുശേഷം ഈ ഫാൻ നമുക്ക് അതിനകത്ത് ഇറക്കി വെക്കണം. പുറത്ത് നിന്ന് എക്സോസ്റ്റ് ഫാനാണ്, പുറത്ത് നിന്ന് എയർ സക്ക് ചെയ്ത് അകത്ത് ബക്കറ്റിനകത്ത് കൊടുക്കാത്ത രീതിയിൽ വേണം നമുക്കിത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ ചാത്തി കൊണ്ട് കീറി ചെറിയ രീതിയിലൊക്കെ സെറ്റ് ചെയ്തു. ഇനി ഫാൻ അകത്ത് സെറ്റ് ചെയ്യണം. അങ്ങനെ ഫാൻ അതിനകത്ത് സെറ്റ് ചെയ്തു. അതിനുശേഷം തെർമോക്കോൾ ആ ഒരു ടീ ടൈപ്പ് പൈപ്പ് ഇറക്കി വെക്കത്തക്ക രീതിയിലുള്ള ഹോൾ മാത്രം ഇട്ടാൽ മതി. അതിനുശേഷം ഞാനിവിടെ സാധാരണ മാസ്കിംഗ് ടൈപ്പല്ല ഉപയോഗിക്കുന്നത്, ഞാനൊരു പാക്കിംഗ് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഗൾഫിലൊക്കെ ആൾക്കാർ പാക്ക് ചെയ്യുന്നത്. ആ ജസ്റ്റ് എത്ര ലെങ്ത് വേണോ അത്രയും ഇറക്കി വെച്ചിട്ട് ആ ചുറ്റും ജസ്റ്റ് ഈ ഒരു ടേപ്പ് വെച്ച് റോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് കൂടുതൽ ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ലെവൽ വെച്ചിട്ട് അകത്തുനിന്ന് എയർ ഈ പൈപ്പിൻ്റെ ഗ്യാപ്പ് വഴി പുറത്ത് പോകാത്ത രീതിയിൽ ഒട്ടിച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ്, എയർ കൂളറാണ്. അല്ലാതെ ഭയങ്കര മുതൽ മുടക്കിൽ ചെയ്ത കാര്യമൊന്നുമല്ല. ചെറിയ രീതിയിൽ നമുക്കൊരു ഡെമോ പോലെ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. വലിയ കൂളിംഗ് ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. അതിനുശേഷം എക്സോസ്റ്റ് ഫാൻ ഫിറ്റ് ചെയ്ത സൈഡ് ഗ്യാപ്പും ജസ്റ്റ് ഈ ടേപ്പ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ അകത്തോട്ട് പോകുന്ന എയർ ഈ ഗ്യാപ്പ് വഴി വെളിയിൽ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതും റൗണ്ടിന് റോൾ ചെയ്ത് എക്സോസ്റ്റ് ഫാന് ചുറ്റും ഞാൻ ഈ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. അതിനുശേഷം 12 വോൾട്ട്സ് അഡാപ്റ്റർ വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് കറങ്ങുന്നുണ്ടോ, കാറ്റ് എങ്ങോട്ടാണ്, അകത്തോട്ടാണോ വെളിയിലോട്ടാണോ പോകേണ്ടതെന്ന് കൂടി ചെക്ക് ചെയ്ത് നോക്കാം. എന്നാൽ മാത്രമേ ബാക്കി ഐസും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം നേരത്തെ തന്നെ ഈ അഡാപ്റ്റർ യൂസ് ചെയ്ത് എൻ്റെ 2 കേബിളും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഫാനിൻ്റെ 2 പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് നോക്കി കൊടുത്തു. അപ്പോൾ നമുക്ക് കാറ്റ് ഇപ്പം പുറത്തോട്ടാണ് വരുന്നത്. നമ്മൾ ഈ സെറ്റ് ചെയ്ത രീതി കുറച്ച് മിസ്റ്റേക്ക് വന്നു. ഇനിയിപ്പോൾ ഫാൻ ഇളക്കിയിട്ട് തിരിച്ച് സെറ്റ് ചെയ്യണം. കാരണം നമുക്ക് വെളിയിലത്തെ എയറിനെ അകത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെച്ച രീതി കുറച്ച് മിസ്റ്റേക്ക് വന്നു. അപ്പോൾ അത് ഇളക്കിയിട്ട് തിരിച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇളക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അത് അകത്തൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെളിയിൽ നിന്നും എയർ അകത്ത് കൊടുക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മളിപ്പം ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റൂ. അങ്ങനെ അതും കണക്ഷൻ കൊടുത്തു. ജസ്റ്റ് സപ്ലൈ കൊടുത്ത് നോക്കാം. ഇപ്പം കറക്റ്റായിട്ട് എയർ അകത്ത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് വെളിയിൽ നിന്ന്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് ഐസ് ക്യൂബും തണുത്ത വെള്ളവും ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. എല്ലാം കഴിഞ്ഞ ശേഷം ഇങ്ങനെയാണ് നമ്മൾ പൈപ്പും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ ടോപ്പിൽ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്ത് ടേപ്പ് വെച്ച് ഒട്ടിക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. കാരണം ഇത് തെർമോക്കോൾ ആയതുകൊണ്ട് കൂടുതൽ തണുപ്പ് സൈഡിൽ കൂടെ പോകാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ ബക്കറ്റിനകത്ത് ഐസ് ക്യൂബും തണുത്ത വെള്ളവും ഒഴിക്കുക. നിങ്ങളുടെ ഇഷ്ടം, ഐസ് ക്യൂബ് അല്ലെങ്കിൽ ഐസ് ക്യൂബ്, തണുത്ത വെള്ളമെങ്കിൽ തണുത്ത ഉപ്പ്. ഞാനിപ്പോൾ 2 ഉപയോഗിക്കുന്നുണ്ട്. ആ ഫാനിൻ്റെ തൊട്ട് താഴെ വരെ ഫില്ല് ചെയ്യണം. എന്നിട്ട് ഞാനൊരു ചെറിയ കുപ്പി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. കുപ്പിയിലുള്ള ഐസ് ആകുമ്പോൾ പെട്ടെന്ന് മെൽറ്റായി പോകില്ല. ബാക്കി ഐസ് ക്യൂബ് ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ എക്സോസ്റ്റ് ഫാൻ ഓണാക്കി അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ അകത്ത് കിട്ടുന്നുണ്ട്. അകത്ത് ഓൾറെഡി നമ്മൾ ഐസ് ക്യൂബും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ടോപ്പിൽ വെക്കുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ പൈപ്പിന് വെളിയിൽ കൂടെ തണുപ്പ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഉള്ളത് പറയാമല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ആ 2 പൈപ്പിന് 2 സൈഡിൽ കൂടിയും വരുന്നുണ്ട്. ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയാമല്ല, അനുഭവം കൊണ്ട് പറയുകയാണ്. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ റൂമിലൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. തണുപ്പ് വരുന്നുണ്ടോ അല്ലെങ്കിൽ കാറ്റ് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെറിയൊരു നൂല് ഞാൻ ഈ 2 ഹോളിൻ്റെ സൈഡിലും വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് പറക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് കൂളിംഗ് ഉണ്ടെന്ന് എനിക്ക് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂട് കാലത്ത് ഒരു ആശ്വാസമായിക്കോട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ സൈൻ ഔട്ട്.